ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഒരു കൃപ നിറഞ്ഞ സായാഹ്നം നിങ്ങൾക്ക് എല്ലാവർക്കും നേരുകയാണ്. ഒരു കുരിശിൻ്റെ വഴിയെ നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് കാലത്തിൽ നമ്മൾ 7 ആഴ്ചകൾ കുരിശിൻ്റെ വഴി ചൊല്ലുന്നവരാണ്. ഏറ്റവും സുപരിചിതമായ കുരിശിൻ്റെ വഴി എന്ന് പറയുന്നത് ആബേലച്ചൻ എഴുതിയ കുരിശിൻ്റെ വഴിയാണ്. പക്ഷേ ചിന്തിക്കുകയാണെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എടുക്കുകയാണെങ്കിൽ 5000-ലധികം കുരിശിൻ്റെ വഴിയുണ്ട്. വ്യത്യസ്തമായ കുരിശിൻ്റെ വഴികൾ. ആ കുരിശിൻ്റെ വഴികൾ എങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പതിയാമെന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. നമുക്കറിയാം, ആബേലച്ചൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു കാഴ്ചയുടെ ഭാഷയിൽ കുരിശിൻ്റെ വഴി എഴുതി എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം അന്ന് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെയും അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്ക് അതിൻ്റേതായ കാഴ്ചകൾ സമ്മാനിക്കാനായിട്ട് സാധിച്ചിരുന്നു. കവിഞ്ഞൊഴുകുന്ന 2 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ, അങ്ങനെ ഓരോന്നും എടുത്തു പറയുമ്പോഴും അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമ്പോൾ അവയെല്ലാം ഭാവനയിലേക്ക് കടന്നു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതേ കുരിശിൻ്റെ വഴി തന്നെയാണ് പിന്നീട് മെൽ ഗിബ്സൺ തൻ്റെ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സിനിമ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും. ആ സിനിമ കണ്ടവരൊക്കെയും കരഞ്ഞിട്ടുണ്ട്. ആ കണ്ട് അതോർത്ത് ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സംവിധാനങ്ങളും സാഹചര്യങ്ങളൊക്കെ വളരും തോറും നമ്മുടെ പ്രാർത്ഥനാ ശൈലിയും വളരണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്കറിയാം, പരിശുദ്ധ പാപ്പ കൊളോസിയത്തിൽ കുരിശിൻ്റെ വഴി നടത്തുന്നത് പോലും ഓരോ വർഷവും വ്യത്യസ്തമായ ശൈലിയാണ്. എഴുതുന്നത് പോലും ഓരോ വ്യക്തികളാണ്. നമ്മുടെയൊക്കെ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ ഈയിടെയായിട്ട് പല പള്ളികളിലും പല പ്രോഗ്രാമുകൾ നടത്തുന്നതിന് ഒരു വ്യത്യസ്തതയുണ്ട്. ഈ കഴിഞ്ഞ ദിവസമാണ് മഞ്ഞനക്കാട് പള്ളിയിൽ KCYM കുരിശിൻ്റെ വഴി നടത്തിയത്. അതിനിട്ട പേര് എ സൈലന്റ് കൺഫെഷൻ, ഒരു നിശബ്ദമായ കുമ്പസാരം എന്നാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ 2 വർഷങ്ങളിലായിട്ട് നമ്മുടെ ഇടവകയിൽ നടത്തിയതും നമുക്കറിയാം, അമ്മ വഴി. അതുപോലെ തന്നെ അവർ 14 പേർ. അങ്ങനെ ഓരോ വ്യത്യസ്തമായ കുരിശിൻ്റെ വഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജെറുസലേമിലേക്ക് പോകുന്നവർക്ക് മനസ്സിലാകും, നമ്മൾ നടക്കുന്ന കുരിശിൻ്റെ വഴിയുടെ ദൂരം കിലോമീറ്ററുകളാണ്. പക്ഷേ വിശുദ്ധ നാട് സന്ദർശിച്ച് കടന്നു വരുന്ന ഓരോ മനുഷ്യനും പറയുന്നത്, കർത്താവ് വളരെ കുറച്ച് മാത്രമാണ് നടന്നിട്ടുള്ളൂ. അതൊരു സത്യമാണ്. കാരണം നമ്മൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മനസ്സിലാകും. പിലാത്തോസിൻ്റെ ഭവനം മുതൽ കാൽവരി വരെയുള്ള ദൂരം എന്ന് പറയുന്നത് 600-650 മീറ്റർ മാത്രമാണ്. അതായത് 1 കിലോമീറ്റർ പോലും ഇല്ല. ആ ഒരു കുരിശിൻ്റെ വഴിയാണ് നമ്മൾ നമ്മുടെ പള്ളിമുറ്റത്തേക്ക് കൊണ്ടുവരുന്നത്. നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കുരിശിൻ്റെ വഴി ധ്യാനിക്കാനായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആ വഴികളിലൂടെ നടക്കുമ്പോൾ എൻ്റെ ദൈർഘ്യമല്ല, എത്രത്തോളം ആ സ്ഥലങ്ങളും ആ ക്രിസ്തുമുഖങ്ങളും എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു എന്നുള്ളതാണ് നോക്കേണ്ടത്. നമുക്ക് യാത്ര തുടരുമ്പോൾ നമ്മളെല്ലാ നോമ്പ് കാലഘട്ടത്തിലും കുറഞ്ഞത് 7 തവണയെങ്കിലും നമ്മൾ കുരിശിൻ്റെ വഴി പങ്കെടുക്കാറുണ്ട്. ഈ 7 തവണ പങ്കെടുക്കുമ്പോഴും ഞാൻ പരിചയപ്പെടേണ്ട ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ആദ്യം കടന്നു വരുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? ആരായിരിക്കും ഈ കുരിശിൻ്റെ വഴി ആദ്യമായിട്ട് നടന്നത്? നമ്മളെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ സിംതേരി സന്ദർശിക്കാറുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട അപ്പനായിക്കൊള്ളട്ടെ, അമ്മയായിക്കൊള്ളട്ടെ, മരിച്ചു കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ സിംതേരിയിലേക്ക് വരും. പിന്നീട് ആ സംഭവങ്ങളെക്കുറിച്ച് ഓർക്കും. നല്ല ഓർമ്മകളെല്ലാം ഉള്ളിലൂടെ കടന്നു പോകും. ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആരായിരിക്കും നടന്നത്? അത് വേറെ ആരുമില്ല, പരിശുദ്ധ കന്യകാമറിയമാണ്. കന്യകാമറിയം തൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ഓർമ്മയിൽ ആ മരിച്ച അടുത്ത ദിവസം തന്നെ ആരും കാണാതെ ഈ യാത്ര നടത്തിയിട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കാരണം മകൻ തന്ന നല്ല ഓർമ്മകൾ, അവനെ വളർത്തിയ നല്ല അനുഭവങ്ങൾ, അതിലൂടെ എല്ലാം കടന്നു പോകും. ആ കുരിശിൻ്റെ വഴിയിൽ ഈശോ വീണിടങ്ങളിലൊക്കെയും ഈ അമ്മ തൊട്ടുമ്മ വെച്ചിട്ടുണ്ട്. ചോര വീണിടങ്ങളിലൊക്കെയും കണ്ണുനീര് കൊണ്ട് നനച്ചിട്ടുണ്ട്. അങ്ങനെ ആരും കാണാതെ ഗാഗുൽത്താ വരെ, കാൽവരി വരെ നടന്ന് എത്തി ഈ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയിട്ട് ഉയർപ്പ് വരെയെങ്കിലും ഒരു 3 ദിവസം ഈ അമ്മ നടന്നിട്ടുണ്ടാകും. നമ്മൾ ചിന്തിക്കേണ്ടത്, ഇന്നിവിടെ ഈ കുരിശിൻ്റെ വഴി നടക്കുമ്പോൾ ആ അമ്മയുടെ പിറകെ തന്നെയാണ് ഞാൻ നടക്കുന്നത്. പക്ഷേ ഈ പോയ വഴികളിലൊക്കെയും ഞാൻ കാണേണ്ട കുറച്ച് മുഖങ്ങളുണ്ട്. ആ മുഖങ്ങളെ കാണാനാണ്, ആ മുഖങ്ങളൊക്കെയും ആഴത്തിൽ പതിയാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
അതുകൊണ്ട് തന്നെയും ഈ കുരിശിൻ്റെ വഴിയിൽ വിലപിക്കുന്നവരുണ്ട്, കരയുന്നവരുണ്ട്, ആശ്വസിക്കപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, തകർന്ന് വീഴുന്നവരുണ്ട്, വീഴ്ചകളെ ധ്യാനിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെയും ആ ഓരോ വ്യക്തിക്കും ഓരോ മുഖമാണ്. അതുകൊണ്ട് തന്നെയും ആ മുഖങ്ങളെ കാണാനായിട്ട്, ആ മുഖങ്ങളെ പരിചയപ്പെടാനായിട്ട്, ആ മുഖങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങാൻ, അത് ഹൃദയത്തിൽ പതിയാനായിട്ട് നമുക്ക് യാത്ര ആരംഭിക്കാം. 14 ഇടങ്ങൾ, പതിയാതെ പോയ 14 ക്രിസ്തുമുഖങ്ങൾ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഒന്നാം ഇടമെന്ന് പറയുന്നത് പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം 30 വയസ്സുള്ള ആദിവാസി യുവാവ് മധു. ഏറെ പരിചിതനാണ്. പത്രവാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി 22 സാംസ്കാരിക കേരളത്തിലെ നീതിമാന്മാര് ഈ മകനെ വിധിക്കുന്നുണ്ട്. അല്പം അരിയോ എന്തോ ഭക്ഷണ സാധനമോ മോഷ്ടിച്ചു എന്ന പേരിലാണ് ഇവനെ വിധിക്കുന്നത്. അവൻ്റെ സ്വന്തം കാട്ടിൽ നിന്ന് വലിച്ചിറക്കി അവൻ്റെ സുരക്ഷിതത്വം നഷ്ടമാക്കിക്കൊണ്ട് അവരവനെ റോഡരികിൽ പിലാത്തോസിൻ്റെ അരമേൽ ക്രിസ്തു എങ്ങനെയാണോ വിധിക്കായിട്ട് കൈകെട്ടി നിന്നത്, അതുപോലെ അവൻ്റെ കൈകളും ഭേദിച്ച്, അവൻ്റെ കൈകളും കെട്ടിക്കൊണ്ട് അവനെ പരിഹസിച്ച്, അവൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് അവനെ അവഹേളിച്ച് അവനും ആ ജനക്കൂട്ടം വിധി എഴുതുകയാണ്. ആ വിധി മരണമാണ്. ക്രിസ്തുവിനെ വിധിച്ച ജനക്കൂട്ടവും മധുവിനെ വിധിച്ച ജനക്കൂട്ടവും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വിധിക്കപ്പെടാനല്ല, മറിച്ച് വിധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെയൊക്കെ തലമുറകളിൽ പലരെയും വിധിക്കാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, അങ്ങനെ പല കാരണങ്ങളാൽ വിധിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ക്രിസ്തുമുഖമായ മധുവും ക്രിസ്തുവും ഒന്നാം സ്ഥലത്ത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും.
ശിശുവാം ഞാൻ മനം നൊന്തു കരയൂ നിൻ പാപത്തെ ഓർത്ത്. നിൻ ഹൃദയം എൻ കൃത്തിൽ ചേർത്തു വയ്ക്കൂ യേശുവേ. രക്ഷകാ കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഒന്നാം ഇടമെന്ന് പറയുന്നത് പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം 30 വയസ്സുള്ള ആദിവാസി യുവാവ് മധു. ഏറെ പരിചിതനാണ്. പത്രവാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി 22 സാംസ്കാരിക കേരളത്തിലെ നീതിമാന്മാര് ഈ മകനെ വിധിക്കുന്നുണ്ട്. അല്പം അരിയോ എന്തോ ഭക്ഷണ സാധനമോ മോഷ്ടിച്ചു എന്ന പേരിലാണ് ഇവനെ വിധിക്കുന്നത്. അവൻ്റെ സ്വന്തം കാട്ടിൽ നിന്ന് വലിച്ചിറക്കി അവൻ്റെ സുരക്ഷിതത്വം നഷ്ടമാക്കിക്കൊണ്ട് അവരവനെ റോഡരികിൽ പിലാത്തോസിൻ്റെ അരമേല് ക്രിസ്തു എങ്ങനെയാണോ വിധിക്കായിട്ട് കൈകെട്ടി നിന്നത് അതുപോലെ അവൻ്റെ കൈകളും ഭേദിച്ച് അവൻ്റെ കൈകളും കെട്ടിക്കൊണ്ട് അവനെ പരിഹസിച്ച് അവൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് അവനെ അവഹേളിച്ച് അവനും ആ ജനക്കൂട്ടം വിധി എഴുതുകയാണ്. ആ വിധി മരണമാണ്. ക്രിസ്തുവിനെ വിധിച്ച ജനക്കൂട്ടവും മധുവിനെ വിധിച്ച ജനക്കൂട്ടവും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വിധിക്കപ്പെടാനല്ല, മറിച്ച് വിധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെയൊക്കെ തലമുറകളിൽ പലരെയും വിധിക്കാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, അങ്ങനെ പല കാരണങ്ങളാൽ വിധിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ക്രിസ്തുമുഖമായ മധുവും ക്രിസ്തുവും ഒന്നാം സ്ഥലത്ത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഒന്നാം ഇടമെന്ന് പറയുന്നത് പാലക്കാട് അട്ടപ്പാടി എന്ന് പറയുന്ന പ്രദേശം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം 30 വയസ്സുള്ള ആദിവാസി യുവാവ് മധു. ഏറെ പരിചിതനാണ്. പത്രവാർത്തകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. 2018 ഫെബ്രുവരി 22 സാംസ്കാരിക കേരളത്തിലെ നീതിമാന്മാര് ഈ മകനെ വിധിക്കുന്നുണ്ട്. അല്പം അരിയോ എന്തോ ഭക്ഷണ സാധനമോ മോഷ്ടിച്ചു എന്ന പേരിലാണ് ഇവനെ വിധിക്കുന്നത്. അവൻ്റെ സ്വന്തം കാട്ടിൽ നിന്ന് വലിച്ചിറക്കി അവൻ്റെ സുരക്ഷിതത്വം നഷ്ടമാക്കിക്കൊണ്ട് അവരവനെ റോഡരികിൽ പിലാത്തോസിൻ്റെ അരമേൽ ക്രിസ്തു എങ്ങനെയാണോ വിധിക്കായിട്ട് കൈകെട്ടി നിന്നത് അതുപോലെ അവൻ്റെ കൈകളും ഭേദിച്ച് അവൻ്റെ കൈകളും കെട്ടിക്കൊണ്ട് അവനെ പരിഹസിച്ച് അവൻ്റെ കൂടെ ഫോട്ടോ എടുത്ത് അവനെ അവഹേളിച്ച് അവനും ആ ജനക്കൂട്ടം വിധി എഴുതുകയാണ്. ആ വിധി മരണമാണ്. ക്രിസ്തുവിനെ വിധിച്ച ജനക്കൂട്ടവും മധുവിനെ വിധിച്ച ജനക്കൂട്ടവും തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവരും വിധിക്കപ്പെടാനല്ല, മറിച്ച് വിധിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? നമ്മുടെയൊക്കെ തലമുറകളിൽ പലരെയും വിധിക്കാനായിട്ട് പല കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. നിറത്തിൻ്റെ പേരിൽ, വസ്ത്രത്തിൻ്റെ പേരിൽ, സമ്പത്തിൻ്റെ പേരിൽ, ദാരിദ്ര്യത്തിൻ്റെ പേരിൽ, അങ്ങനെ പല കാരണങ്ങളാൽ വിധിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഈ ക്രിസ്തുമുഖമായ മധുവും ക്രിസ്തുവും ഒന്നാം സ്ഥലത്ത് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ: ആരെയും വിധിക്കരുത്. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ തന്നെ നിങ്ങളും വിധിക്കപ്പെടും. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോ കുരിശ് ചുമക്കുന്നു. രണ്ടാമിടം എന്ന് പറയുന്നത് പോളണ്ട് ഓഷിസ്റ്റ് തടങ്കൽ പാളയമാണ്. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം വിശുദ്ധ മാക്സിമിലിയൻ കോൾബെ.
രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ക്രൂരമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ തടങ്കൽ പാളയത്തിൽ നിന്ന് ആ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്ത് ഒരു മനുഷ്യൻ രക്ഷപ്പെടുകയാണ്. ആ മനുഷ്യൻ്റെ പേരിൽ 10 പേരെ അവർ പട്ടിണിക്കിട്ട് കൊല്ലാനായിട്ട് തീരുമാനിക്കുകയാണ്. ഈ 10 പേരിൽ ഒരു മനുഷ്യൻ ഫ്രാൻസിസാണ്. ഫ്രാൻസിസ് കച്ചോഷിക് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അവനിങ്ങനെ അലമുറയിട്ട് കരയാണ്. ഇത് മിസ്റ്റർ മാക്സിമിലിയൻ കോൾബെ കാണുന്നുണ്ട്. എന്തിനാ നീ കരയുന്നേ? കരയുന്നത് അവൻ്റെ അമ്മയെ ഓർത്തിട്ടാണ്, മാതാപിതാക്കളെ ഓർത്തിട്ടാണ്, കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ്, ഭാര്യയെ ഓർത്തിട്ടാണ്. കാരണം ഞാൻ മരിച്ചാൽ പിന്നെ അവർക്ക് ആരുമില്ല, ആ ഒരു തോന്നൽ അവനുണ്ട്. അതുകൊണ്ട് തന്നെയും അവനൊരു മരണത്തെക്കുറിച്ച് അവൻ ചിന്തിക്കുന്ന പോലുമില്ല. വളരെ സങ്കടപ്പെട്ടുകൊണ്ട് അലറമുറയിട്ട് കരയുന്ന ആ മനുഷ്യനെ മാക്സിമിലിയൻ കോൾബെ കാണുന്നുണ്ട്. മാക്സിമിലിയൻ കോൾബെ ജനക്കൂട്ടത്തിൽ നിന്ന് കടന്നു വരികയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ മനുഷ്യന് വേണ്ടി ഞാൻ മരിച്ചോളാം, അവനെ വെറുതെ വിടണം. കുരിശു ചുമക്കുന്ന ക്രിസ്തുമുഖമായിട്ടാണ് മാക്സിമിലിയൻ കോൾബെ കടന്നു വരുന്നത്. അവൻ്റെ കുരിശിൻ്റെ ഭാരം അവനറിയാം. അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അവനുണ്ട്. അതുകൊണ്ട് തന്നെയും മാക്സിമിലിയൻ കോൾബെ വന്ന് അവന് വേണ്ടി മരിക്കാനായിട്ട് തയ്യാറാകുകയാണ്. അങ്ങനെ ആ മരണം, ആ കുരിശ് മിസ്റ്റർ മാക്സിമിലിയൻ കോൾബെ ഏറ്റെടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ആലോചിച്ചാൽ നമുക്ക് ചുമലുകളുണ്ട് അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ചുമലുകൾ എൻ്റെ ഭാരം മാത്രം എടുക്കാനുള്ളതല്ല, മറിച്ച് അവൻ്റെ ഭാരമൊന്ന് കയറുമ്പോൾ അവൻ്റെ കുരിശെടുക്കാനുള്ള ഒരു ചുമര് കൂടിയാണ് എന്നുള്ള ഒരു ബോധ്യമാണ് ഈ സ്ഥലം നമുക്ക് നൽകുന്നത്. ഈശോയും മാക്സിമിലിയൻ കോൾബെയും നമുക്ക് നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. അപരൻ്റെ വേദനകൾ മനസ്സിലാക്കുക, അപരൻ്റെ കുരിശിൻ്റെ ഭാരമൊന്ന് മനസ്സിലാക്കി ആ കുരിശെടുക്കാനായിട്ട് ഒരു നല്ല മനസ്സ് അത് നമ്മളിൽ രൂപപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. 3-ാം സ്ഥലം, ഈശോ 1-ാം പ്രാവശ്യം വീഴുന്നു.
ഇടമെന്ന് പറയുന്നത് ദമാസ്കസാണ്. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം സാവൂൾ, പിന്നീട് വിശുദ്ധ പൗലോസ് എന്ന് നമ്മൾ വിളിക്കുന്നു. സാവൂളിൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പോകേണ്ടത് വിശുദ്ധ ഗ്രന്ഥത്തിലേക്ക് തന്നെയാണ്. അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിൽ സാവൂളിനെ നമ്മൾ കാണുന്നത് ക്രിസ്തുവിനെയും ക്രിസ്തു ശിഷ്യരെയും പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ്. ക്രിസ്തു വചനങ്ങൾ പറയുമ്പോൾ, ക്രിസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരെല്ലാം പിടിച്ച് ബന്ധനസ്ഥനാക്കി കൊണ്ടുപോകുന്ന സാവൂള് ദമാസ്കസിലേക്ക് അഹങ്കാരത്തിൻ്റെ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുകയാണ്. ഈ യാത്ര ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വലിയൊരു പ്രകാശം ഇവന്റെ കണ്ണിലേക്ക് പതിക്കുന്നുണ്ട്. ഇവനെ കാഴ്ച കാണാമെങ്കിലും ഇവൻ നടന്നിരുന്നത് അന്ധതയുടെ ലോകത്തേക്കാണ്. ഈ പ്രകാശം ഇവനെ വീഴ്ത്തുകയാണ്. അധികാരത്തിൻ്റെ കുതിരപ്പുറത്ത് നിന്ന് ഇവനതാ നിലം പതിക്കുന്നു. സാവൂളിന്റെ വീഴ്ച. സാവൂൾ വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ നിന്ന് എഴുന്നേൽക്കുന്നതോ മറ്റൊരു മനുഷ്യനായിട്ട്. അത് സഹായിക്കുന്നതോ സ്വർഗത്തിൽ നിന്നുള്ള ഒരു പ്രകാശം. ക്രിസ്തുവും വീഴുന്നുണ്ട്. ക്രിസ്തു നോക്കുന്നത് എങ്ങടാ? ക്രിസ്തു കാൽവരിയല്ല നോക്കുന്നത്. ക്രിസ്തു നോക്കുന്നത് സ്വർഗത്തെയാണ്, തൻ്റെ പിതാവിനെയാണ് നോക്കുന്നത്. അതേ രശ്മി തന്നെയാണ് സാവൂളിനെ എഴുന്നേൽപ്പിക്കുന്നത്. അവൻ എഴുന്നേൽക്കുമ്പോൾ അവന് കാഴ്ചയില്ല. പിന്നീട് അവൻ കാഴ്ച ലഭിക്കുന്നുണ്ട്. ആ കാഴ്ച ലഭിക്കുന്ന മനുഷ്യൻ, സാവൂൾ എന്ന വ്യക്തി, പിന്നീട് പൗലോസായിട്ട് മാറുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒത്തിരി വീഴ്ചകളുണ്ട് അല്ലേ? ആ വീഴ്ചകളിൽ ഞാനൊന്ന് പതറിപ്പോയാൽ, ഇടറിപ്പോയാൽ, എഴുന്നേൽക്കാതിരുന്നാൽ എൻ്റെ സ്വപ്നങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ ഇതെല്ലാം നശിക്കും. പിന്നീട് എനിക്ക് ലക്ഷ്യങ്ങളില്ല. നമുക്ക് വീഴുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു പ്രകാശമുണ്ട്. വീഴ്ചകൾ വലിയ പാഠങ്ങളാക്കി മാറ്റുക. ഓരോ വീഴ്ചയും ഇനി മുന്നോട്ട് പോകാനുള്ള, വീണ്ടും എഴുന്നേൽക്കാനുള്ള ദൈവത്തിൻ്റെ വിളികളാണെന്ന് ഓർത്തുകൊണ്ട് ക്രിസ്തുവിനെ പോലെ നമ്മളും പല വീഴ്ചകളിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
മാതാവേ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. 4-ാം സ്ഥലം, ഈശോ വഴിയിൽ വെച്ച് തൻ്റെ മാതാവിനെ കാണും. 4-ാം ഇടമെന്ന് പറയുന്നത് തൊടുപുഴയിലാണ്. റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ്റെ വേദി. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം ശിവ എന്ന് പറയുന്ന 7 വയസ്സുകാരൻ. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ സംഭവിക്കുന്നൊരു സംഭവമാണ്. ശിവ നീ കേറി വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റ്. ഈ സംഭവത്തിൻ്റെ ആധാരമെന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ആധാരമായ സംഭവം എന്ന് പറയുന്നത്, ഓൾ കേരള റോളർ സ്കേറ്റിംഗ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. തൊടുപുഴയിൽ വെച്ചാണ് നടക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ കോമ്പറ്റീഷനാണ്. ഫൈനലാണ്. അതിൽ 7 വയസ്സ് മാത്രം പ്രായമുള്ള ശിവ പങ്കെടുക്കുന്നുണ്ട്. ഇവൻ ഓടാൻ തയ്യാറാകുകയാണ്. ആദ്യത്തെ ലാപ്പ് ഓടാനായിട്ട് ഇവൻ തയ്യാറായി. അവൻ ഓടിത്തുടങ്ങി. ആദ്യത്തെ ലാപ്പിൽ തന്നെ വീണു. ആദ്യത്തെ ലാപ്പിൽ തന്നെ അവൻ വീണു. പക്ഷെ തോൽക്കാനായിട്ട് അവൻ സന്നദ്ധനായിട്ടില്ല. അവൻ എഴുന്നേറ്റു, വീണ്ടും ഓട്ടം തുടങ്ങി. ഒത്തിരി ലാപ്പുകളുണ്ട് ഇല്ലേ? ആ ലാപ്പുകളിൽ അവനിനി ഒത്തിരി പേരെ മറികടക്കണം. ഈ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരാൾ ഉറക്കെ ഉച്ചത്തിൽ, എടാ ശിവ കേറി വാ, നീ കേറി വാ, കേറ് കേറ്. അങ്ങനെ ഓരോ ലാപ്പ് കഴിയും തോറും പറയണ്, കേറടാ കേറടാ. ഭയങ്കര ഒച്ചത്തിലാണ് ഇവൻ വിളിച്ചു പറയുന്നത്. ഇത് വേറെ ആരുമില്ല, ഇവൻ്റെ സഹോദരനാണ്, ഇവൻ്റെ ചേട്ടനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഇവനിങ്ങനെ ഓരോ ലാപ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭയങ്കര എനർജിയാണ്. കുരിശുമായിട്ട് പോകുമ്പോൾ ഈശോ കാണുന്നത് മാതാവിനെയാണ്. അത് വലിയൊരു അനുഗ്രഹമാണ്. കാരണം നമ്മെ സ്നേഹിക്കുന്നവർ, നമ്മുടെ പ്രിയപ്പെട്ടവർ ആ യാത്രയിൽ ഒന്ന് ആശ്വാസമായിട്ടൊന്ന് കൂടെ നിൽക്കുമ്പോൾ അത് വല്ലാത്തൊരു ബലമാണ് നമുക്ക് നൽകുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് ഈശോ കുരിശിൻ്റെ വഴി പൂർത്തിയാക്കിയത് ഒരുപക്ഷെ മാതാവ് കൂടെ ഉണ്ടായിരുന്നുണ്ടായിരിക്കും. അങ്ങനെ ഈ ബ്രദർ ഇവനെ കേറി വാടാ ശിവ, കേറി വാടാ ശിവ എന്ന് പറഞ്ഞ് പല ആവർത്തി ആരെയും വകവയ്ക്കാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ലാപ്പും കഴിഞ്ഞു കേട്ടോ. ഓരോ ലാപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ ഓരോരുത്തരെ വെട്ടിച്ച് ഇവൻ ആ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയാണ്. ഈ ലാപ്പ് ഫിനിഷ് ഇടുമ്പോൾ അവൻ ഒത്തിച്ചേരുന്നത് 1-ാമത്തെ സ്റ്റേജിലാണ്. എങ്ങനെ തുടങ്ങിയോ അങ്ങനെ ചെന്ന് അവസാനിക്കാൻ. വീണവനാണെന്നുകൊണ്ട് ഓർക്കണം. പക്ഷെ അവൻ ജയിച്ചു. ആ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് അടിക്കുകയാണ്. പക്ഷെ ഇതൊന്നല്ല കാര്യം. ഈ വീഡിയോ കഴിഞ്ഞ് വീഡിയോൻ്റെ താഴെയായിട്ട് കുറേ കമൻറ്റുകൾ വരുന്നുണ്ട്. ഈ കമൻറ്റുകളിൽ ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: ഇങ്ങനെ ആശ്വസിപ്പിക്കാനായിട്ട്, ചേർത്ത് നിൽക്കാനായിട്ട് ഒരാൾ മതി. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ടവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട്. പലരും വീഴും. പലരുടെ ജീവിതത്തിലൂടെ ഒത്തിരി ദുഃഖങ്ങൾ, സങ്കടങ്ങളൊക്കെ കടന്നു പോകും. പറയണ് കൂടെ ഉണ്ടിട്ട ആ ഒരൊറ്റ വാക്ക് മതി. അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ നശിച്ചു പോയ ലക്ഷ്യങ്ങൾ, അവൻ വിടറിപ്പോയിട്ടുണ്ടെങ്കിൽ, പതറിപ്പോയിട്ടുണ്ടെങ്കിൽ അവൻ തിരികെ ആ പൂർവ്വ ശക്തിയിലേക്ക്, പൂർവ്വ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് അവന് സാധിക്കും. ഈ ക്രിസ്തുമുഖം പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ യാത്രകളിൽ, ഓട്ടങ്ങളിൽ ചെറിയ ആശ്വാസവാക്കുകൾ നൽകുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട്, ക്രിസ്തുമുഖങ്ങളായിട്ട് നമ്മൾ മാറുക. അതിനുള്ള കൃപ ലഭിക്കാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
സഭയാകുമമ്മയെ തള്ളിടാതെ മാറോടു ചേർക്കും നീ എന്നുമെന്നും യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. യേശുവേ, യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. അഞ്ചാം സ്ഥലം, ശിമയോൻ ഈശോയെ സഹായിക്കുന്നു. അഞ്ചാം ഇടം എന്ന് പറയുന്നത് കോഴിക്കോട് പാളയം എന്ന് പറയുന്ന സ്ഥലം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം, 32 വയസ്സ് മാത്രമുള്ള നൗഷാദ് എന്ന് പറയുന്ന ഓട്ടോ ഓടിക്കുന്ന ഒരു വ്യക്തി. നമ്മളെല്ലാവരും ദിവസത്തിൽ ഒരു 2 ചായയെങ്കിലും കുടിക്കാറുണ്ട്, ഇല്ലേ? അപ്പോൾ നൗഷാദ് ഓട്ടോ ഓടിക്കുന്നു. പതിവ് പോലെ തൻ്റെ ചായയുടെ സമയമായി. അവൻ വണ്ടി നിർത്തി ഒരു ചായക്കടയിലേക്ക് കയറുകയാണ്. പതിവ് പോലെ എവിടെയാണോ കയറാറ് ആ കടയിൽ തന്നെയാണ് കയറുന്നത്. അപ്പോൾ സുപരിചിതരായ ഒത്തിരി വ്യക്തികൾ അവൻ്റെ കൂടെയുണ്ട്. ഇവൻ ചായ കുടിക്കാൻ കയറുമ്പോൾ റോഡിൻ്റെ മറുകരയിലായിട്ട് ആൾക്കാരിങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്നതായിട്ട് കാണുകയാണ്. ഇവൻ എടുത്ത ചായയുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്താണ് കാര്യം? അപ്പോൾ അഴുക്ക് ചാലിൽ ഒരു മാൻഹോളിൽ വീണ് 2 അന്യ സംസ്ഥാന തൊഴിലാളികൾ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. അവരതിൽ നിന്ന് വരുന്ന വിഷവാതകം ശ്വസിച്ച് ജീവിതത്തിന് വേണ്ടി അവർ പ്രാണൻ വെടിയുകയാണ്. ഒരുപാട് ശ്രമിക്കുന്നുണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട്. ആർക്കും പക്ഷേ ആ മാൻഹോളിലേക്ക് ഇറങ്ങാനായിട്ടുള്ള ധൈര്യമില്ല, പേടിയായി. പക്ഷെ നൗഷാദ് വേഗം ചായ ഗ്ലാസ് നിലത്തിട്ടിട്ട് അവരെ രക്ഷിക്കാനായിട്ട് മാൻഹോളിലേക്ക് ചാടാൻ പോവുകയാണ്. സുഹൃത്തുക്കൾ, ഓട്ടോറിക്ഷക്കാർ കുറേ പേരുണ്ട്, ചായക്കടയിൽ പരിചയമുള്ള വ്യക്തികളുണ്ട്. ഇവരെല്ലാവരും നൗഷാദിനോട് പറയുന്നുണ്ട്, നൗഷാദേ, ജീവിതമാണ് വലുത്, നീ ചാടണം. വീട്ടിൽ കുടുംബമുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, അപ്പോൾ റിസ്ക് എടുക്കണ്ട. നൗഷാദ് പറയുന്നത് അവർ മനുഷ്യരാണ്, അവർക്കുണ്ട് ജീവിതം. നൗഷാദ് ഈ പറയുന്ന ഒരു വാക്കുകളും കേൾക്കാതെ ഇതുവരെ കാണാത്ത പരിചയമില്ലാത്ത 2 പേർക്ക് വേണ്ടി ആ മാൻഹോളിലേക്ക് എടുത്ത് ചാടുകയാണ്. ഈ ഒരു സംഭവം നടക്കുന്നത് പോലും 2015 നവംബർ മാസത്തിലാണ്. അവനെടുത്ത് ചാടുന്നു. അന്നവിടെ പൊലിയുന്നത് 3 ജീവനാണ്. ഈ 2 അന്യ സംസ്ഥാന തൊഴിലാളികൾ മരിക്കുന്നു. ഈ ഓട്ടോറിക്ഷ ഡ്രൈവറായ നൗഷാദ് മരിക്കുകയാണ്. ഈ നൗഷാദ് മരിച്ചു. പിറ്റേ ദിവസം തന്നെ ഓട്ടോറിക്ഷക്കാരി അവന് വലിയ ആദരവ് നൽകുകയാണ്. സ്ഥിരമായിട്ട് ചായ കുടിക്കുന്ന സ്ഥലത്തിലെ ചായക്കടക്കാരൻ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ തൊട്ട് രൂപത്തിന് മുമ്പിൽ നൗഷാദിൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ ധ്യാനിക്കുന്നിടത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് ശിമയോനെയാണ്, അല്ലേ? നിർബന്ധപൂർവം കുരിശ് ചുമന്നൊരു മനുഷ്യൻ. ഈശോ ആരാണെന്ന് പോലും അറിയില്ല, ഈശോയ്ക്കും അറിയില്ല ശിമയോൻ ആരാണ്. എന്നിട്ടും ആ കുരിശെടുത്തുകൊണ്ട് അനുഗ്രഹം സ്വന്തമാക്കിയ ഒരു മനുഷ്യനാണ് ശിമയോൻ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാണ്. ചിലതൊക്കെ ഭാഗ്യമാണ്, പക്ഷെ സഹായിക്കാനായിട്ട് പറ്റില്ല എന്നുള്ള നിർബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എടുത്തു വെച്ചാൽ നമുക്ക് ഒരിക്കലും അനുഗ്രഹങ്ങൾ നേടാനായിട്ട് സാധിക്കില്ല. നമുക്ക് പരിചയമില്ലാത്തവരെ സഹായിക്കാനായിട്ട് ഏറെ പ്രയാസവും, പക്ഷെ പരിചയമുള്ളവരെ സഹായിക്കാനോ വളരെ എളുപ്പമാണ്. അതിന് നമ്മൾ അല്പം താല്പര്യം കാണിക്കും. പക്ഷെ ഈ സ്ഥലം നമ്മോട് പറയുന്നത് അപരിചിതനാണെങ്കിൽ പോലും
നിനക്ക് നൽകാൻ പറ്റാവുന്ന സഹായങ്ങൾ നീ നൽകുക. അവരുടെ കുരിശിൻ്റെ ഭാരമേറി വരുമ്പോൾ അതിനെ ഒന്ന് താങ്ങി നിർത്താനായിട്ട് നിൻ്റെ കരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന്, നമ്മുടെ കരങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. ആറാം സ്ഥലം, വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ആറാം ഇടം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. ക്രിസ്തുമുഖം നമുക്ക് ഏറെ പരിചയമുള്ള ഒരമ്മ. മുഖമൊക്കെ ചുക്കി ചുളുങ്ങി നിൽക്കുന്ന ഈ അമ്മയെ നമുക്ക് ഏറെ ഇഷ്ടവുമാണ്. മറ്റാരുമല്ല, മദർ തെരേസ. കൊൽക്കത്തയുടെ തെരുവുകളിൽ ഒരു അഴുക്ക് ചാലിന് സമീപം ഒരു മനുഷ്യൻ ഇങ്ങനെ നിലത്ത് കിടക്കുകയാണ്. അവന് ഒത്തിരി മുറിവുകളുണ്ട്, വ്രണങ്ങളുണ്ട്. ഈ വ്രണങ്ങളൊക്കെയും പുഴുവരിച്ചു തുടങ്ങി. വഴിയിലൂടെ ഒത്തിരി പേര് കടന്നു പോകുന്നുണ്ട്. ഇവരാരും ഇയാളെ നോക്കുന്ന പോലുമില്ല. കാരണം ഒരു അറപ്പാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് മുറിവുകൾ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് ഒക്കെ കാണുമ്പോൾ ആരും തന്നെ അതിനെ മൈൻഡ് ചെയ്യാറില്ല. കാരണം മൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെൻ്റെ തലയിലാകും എന്നുള്ളൊരു പേടിയുണ്ട്. അതൊരു വലിയ പ്രശ്നം വിതയ്ക്കുമെന്നുള്ളൊരു പേടിയുണ്ട്. പക്ഷേ ആ മകനെ കണ്ടുകൊണ്ട് ആ ജനക്കൂട്ടത്തിൽ നിന്ന് അവരെയൊക്കെ പകഞ്ഞു മാറ്റി ഈ അമ്മ ഈ മകൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. പുഴുവരിക്കുന്ന അവസ്ഥയിലും അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മയുടെ കയ്യിലുള്ള തുണി കൊണ്ട് ഓരോരോ മുറിവുകൾ വെച്ച് കെട്ടാൻ തുടങ്ങി. അതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഓരോ പുഴുവിനെ എടുത്തു മാറ്റാൻ തുടങ്ങി. അവനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ മുറിവുകൾ ഉണക്കാനായിട്ട് ഈ അമ്മ സഹായിക്കുകയാണ്. നമ്മൾ കാണുന്നത് ആറാം സ്ഥലത്തിൽ വെറോനിക്കയെ പോലെ മുന്നോട്ട് വരുന്ന ഒരു ക്രിസ്തുമുഖം, മദർ തെരേസ. ആ അമ്മ നമ്മളോടും പറയുന്നത് ഇത്ര മാത്രമൊക്കെ ഉള്ളൂ. ഒരുപാട് പേര്
ഇങ്ങനെ രക്തം വേർത്ത് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ തുവാലയുമായിട്ട് തുടയ്ക്കാനായിട്ടൊന്ന് വരിക. ആ തുവാല തീർച്ചയായിട്ടും നിന്റെ നന്മ കൊണ്ട് ക്രിസ്തു മുഖത്തെ ഒപ്പിയെടുക്കാനുള്ള തുവാലയാണ്. അപ്പോൾ കരുണയുള്ള പ്രവൃത്തികൾ അത് നിന്റെ ജീവിതത്തിൽ നിനക്ക് ക്രിസ്തു പതിപ്പിച്ചു തരുന്ന ക്രിസ്തു മുഖമാണ്. അതുകൊണ്ട് തന്നെയും ആ ഒരു തടസ്സം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില പ്രയാസങ്ങൾ വേണോ, ഞാൻ അവരെ സഹായിക്കണോ? വചനത്തിൽ പറയുന്നില്ലേ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. വെറോനിക്കയും പട്ടാളക്കാരെയൊന്നും ഭയപ്പെടാതെ സ്നേഹിതനായ ഈശോയ്ക്ക് വേണ്ടി ഓടിച്ചെന്ന് തുവാലയെടുത്ത് ആ രക്തത്താലും പൊടിയാലും വിയർപ്പിനാലും നിറഞ്ഞു നിൽക്കുന്ന ആ മുഖത്തെ ഒപ്പിയെടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള ചിന്തകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും. അതുപോലെ നമുക്കും തോന്നാം, അറപ്പുകളൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ ഈ എല്ലാം തന്നെ എടുത്തു മാറ്റിക്കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി സമീപിക്കാനുള്ളൊരു കൃപ, എൻ്റെ കൂടെയുള്ളവൻ ക്രിസ്തുവാണെന്നുള്ള തോന്നൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അവൻ്റെ മുഖം തുടയ്ക്കാനുള്ള കൃപ ഞങ്ങളിലേക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. അതുമാത്രമല്ല, അമ്മ തീർച്ചയായിട്ടും അന്ന് മനസ്സിൽ കരുതിയിട്ടുണ്ടാകും, ലോകം രക്ഷിച്ച ക്രിസ്തുവിൻ്റെ മുറിവാണ് അന്ന് ഞാൻ വച്ച് കിട്ടിയത്. ആ ക്രിസ്തുവിനെയാണ് ഞാൻ അവനിൽ കണ്ടത്. ആ ഒരു തുവാലയിൽ പതിഞ്ഞ മുഖവുമായിട്ടാണ് അമ്മ അന്ന് കിടന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാകുന്നത്. നമ്മളും നന്മകളാൽ നിറയാൻ, കാരുണ്യ പ്രവൃത്തികൾ അവസാനിപ്പിക്കാതിരിക്കാൻ, എന്ത് പ്രയാസങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും അതിനെ ഭേദിക്കാനായിട്ട്, അവരുടെ കണ്ണീരൊപ്പാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കൽപ്പനയെല്ലാം ലംഘിച്ചു നീ എൻ മുഖമെല്ലാം വികൃതമാക്കി. വേറോനിക്കയെപ്പോൾ എൻ മുഖം നീ തൂവാലയാലേ തുടച്ചിടുക യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പിതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 7-ാം സ്ഥലം, ഈശോ 2-ാം പ്രാവശ്യം വീഴുന്നു. 7-ാമത്തെ ഇടമെന്ന് പറയുന്നത് ഇറ്റലിയിലെ അസീസി. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം, നമ്മളൊക്കെ 2-ാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന ഫ്രാൻസിസ് അസീസിയാണ്. ഈ മനുഷ്യൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ആർഭാടങ്ങളും ആഘോഷങ്ങളും മാത്രമായിരുന്നു അവൻ്റെ ലോകം. ധനികനായ ഒരു വസ്ത്ര വ്യാപാരിയുടെ ഏക മകൻ. ആ മകൻ ഒത്തിരി ദൂർത്തടിക്കുന്നുണ്ട്. ആഘോഷങ്ങൾ മാത്രമായിരുന്നു, ആർഭാടങ്ങൾ മാത്രമായിരുന്നു അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. പക്ഷേ ഈ പറയുന്ന ഫ്രാൻസിസ് 2 പ്രാവശ്യം വീഴുന്നുണ്ട്. ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത് 13-ാം നൂറ്റാണ്ടിൽ ഒരു വലിയ യുദ്ധം കടന്നു വരികയാണ്. ആ യുദ്ധത്തിൻ്റെ കെടുതി അവരെ തളർത്തുന്നുണ്ട്. ആ യുദ്ധത്തിൽ പങ്കെടുത്ത
എല്ലാ വ്യക്തികളും തന്നെ പരാജയപ്പെടുന്നുണ്ട്. പരാജയപ്പെട്ട് യുദ്ധത്തിൻ്റെ കെടുതികളിലൂടെ കടന്നു പോകുന്നു. തടങ്കൽ ജീവിതം, തടവറകല കാലത്തിൽ ഈ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുന്ന ഫ്രാൻസിസിനെ നമ്മൾ കാണുന്നുണ്ട്. ഈ ആഡംബരങ്ങളെല്ലാം ഉപേക്ഷിച്ച് യുദ്ധത്തിൻ്റെ കെടുതികളിൽ നിന്ന്, പ്രശ്നങ്ങളിൽ നിന്ന്, അസഹനങ്ങളിൽ നിന്നെല്ലാം കടന്ന് ഫ്രാൻസിസ് കടന്നു വരുമ്പോൾ അവൻ ആഡംബരങ്ങളെ മൊത്തമായിട്ട് ഉപേക്ഷിക്കുകയാണ്. അവിടെ അവന് നഷ്ടമാകുന്നത് സ്വന്തം സുഹൃത്തുക്കളെയാണ്, പരിചിതമായ കുറേ മുഖങ്ങളെയാണ്. മാനസികമായിട്ട് തളർന്നു പോവുകയാണ് അല്ലേ? നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് കടന്നു വരുമ്പോൾ, അല്ലെങ്കിൽ വിദേശത്തായിരുന്നു പിന്നെ സ്വദേശത്തേക്ക് കടന്നു വരുമ്പോൾ, ആ നേരത്തെ പരിചയം ഉണ്ടായിരുന്നവർ നമ്മളെ ഒന്ന് നോക്ക് കാണാനോ ഒന്ന് മിണ്ടാനോ ശ്രമിച്ചില്ലെങ്കിൽ നമ്മളൊന്ന് പതറും. എന്താണ് അവൻ മിണ്ടാത്തത്? അങ്ങനെ മാനസികമായിട്ട് ശാരീരികമായിട്ട് തളർന്നിരിക്കുന്ന ആദ്യത്തെ വീഴ്ച. രണ്ടാമതെന്ന് പറയുന്നത്, ഇവൻ ആർഭാടങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇനി ജീവിതത്തിൽ ദാരിദ്ര്യം മതി, ആത്മീയതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുകയാണ്. അവൻ്റെ ആർഭാടങ്ങളൊക്കെ എടുത്ത് മാറ്റി, ആഘോഷങ്ങളൊക്കെ എടുത്ത് മാറ്റി. അപ്പോഴാണ് അവനെതിരായിട്ട് അവൻ്റെ സ്വന്തം പിതാവ്, വലിയ സമ്പന്നനാണ്, അതുപോലെ തന്നെ തുണികളുടെയൊക്കെ ഒത്തിരി ശേഖരം ഒരു ജീവിതത്തിലുണ്ട്. ഇവനെന്താ ചെയ്യുന്നത്? നഗരമധ്യത്തിൽ വെച്ച് പിതാവിനോട് പറയുകയാണ്, എനിക്ക് ദരിദ്രനായിട്ട് ഇനി ജീവിക്കണം. പിതാവ് പോലും തള്ളി പറയുകയാണ്. ആ പിതാവ് തള്ളി പറയുമ്പോൾ ഒരു മകനുണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ള വേദന, അതവൻ്റെ രണ്ടാമത്തെ വീഴ്ചയാണ്. അവനെന്ത് ചെയ്യുന്നത്? ആ വസ്ത്രങ്ങളൊക്കെ അവിടെ ഊരി കൊടുത്തിട്ട് നഗ്നനായിട്ട് പോവുകയാണ്. ആ ജനക്കൂട്ടം മുഴുവൻ അവനെ പരിഹസിക്കുന്നുണ്ട്. അവൻ അപമാനത്തിൻ്റെ ഏറ്റവും ഉത്തംഗ ശൃംഗത്തിലേക്ക് അവനെ തള്ളിവിടുന്നുണ്ട്. പക്ഷെ അവൻ തളരുന്നൊന്നുമില്ല. അവനെന്ത് ചെയ്യുന്നത്? അവൻ സാന്റാമിയോനിലെ തകർന്ന പള്ളിയിൽ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെ കിടന്ന ക്രൂശിത രൂപത്തിലേക്ക് നോക്കുകയാണ്. നോക്കുമ്പോൾ ആ നോക്കിയ നിമിഷം അവന് ദൈവം കൊടുക്കുന്നൊരു കാഴ്ചപ്പാടുണ്ട്. ഫ്രാൻസിസേ, നീ പോയി എൻ്റെ സഭ പുതുക്കി പണിയുക. അത് അവന് കിട്ടുന്ന വലിയൊരു ദർശനമാണ്. അവനെന്താ? ആ നോക്കിയ മാത്രയിൽ അവൻ എഴുന്നേൽക്കുകയാണ്, വീണ്ടും നടത്താൻ തുടങ്ങുകയാണ്. പിന്നീട് ലോകം മുഴുവനും ഫ്രാൻസിസിനെ അറിയുന്നത് എങ്ങനെയാണ്? വിശുദ്ധനായ ഫ്രാൻസിസ്, രണ്ടാം ക്രിസ്തു എന്ന് അറിയപ്പെടുകയാണ്. ഈ ഒരു സ്ഥലം അങ്ങനെയാണ്. നമ്മൾ പലതവണ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. പക്ഷേ രണ്ടാമത് വീഴുമ്പോൾ നമ്മുടെയൊക്കെ പ്രത്യാശ നശിക്കും, പ്രതീക്ഷകൾ നശിക്കും. ഞാൻ ലക്ഷ്യം വെച്ച എൻ്റെ ജീവിതത്തിലെ സ്വപ്നങ്ങൾ ഞാൻ അവിടെ തച്ചുടയ്ക്കും. പക്ഷെ നോക്കേണ്ടവരെ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് ആ ഒരു ഭാഗ്യം കിട്ടും, വീണ്ടും തിരിച്ച് ലക്ഷ്യത്തിലേക്ക് നടക്കാനായിട്ട് സാധിക്കും. ഫ്രാൻസിസ് ക്രിസ്തുവിനെ നോക്കിയതുപോലെ, ക്രിസ്തു സ്വർഗത്തിലേക്ക് പിതാവിനെ നോക്കിയതുപോലെ അവനും ചില അനുഗ്രഹങ്ങൾ അവർക്ക് ഇട്ടുകൊടുക്കുകയാണ്, എഴുന്നേൽക്കാനുള്ളത്. നമ്മുടെയൊക്കെ വീഴ്ചകളിൽ ക്രിസ്തുവിനെ നോക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം, ഈശോ ജെറുസലേം സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. എട്ടാം ഇടം എന്ന് പറയുന്നത് നാസി ക്യാമ്പാണ്. ഇവിടെ നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം വിക്ടർ ഫ്രാങ്ക്ലിൻ 1940-കളിൽ, കൃത്യമായിട്ട് പറഞ്ഞാൽ 1942 മുതൽ 1945 വരെ നാഡീരോഗ വിദഗ്ധനും സൈക്കാട്രിസ്റ്റുമായ വിക്ടർ ഫ്രാങ്ക്ലിൻ ഈ നാസി ക്യാമ്പിൽ വിട്ടുപോകുന്നുണ്ട്. ഈ നാസി ക്യാമ്പുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുരിതം നിറഞ്ഞ തടവറ എന്ന് പറയുന്നത് ഓഷ്വിറ്റ്സ് തടവറയാണ്. ആ തടവറയിൽ കിടന്നുകൊണ്ട് നരകയാതനകൾ അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് വിക്ടർ ഫ്രാങ്ക്ലിൻ. ഈ മനുഷ്യനിങ്ങനെ ഒത്തിരി വേദനകളിലൂടെയും ദുരിതങ്ങളിലൂടെയും സഹനങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഈ തടവറയിൽ വെച്ച് സ്വന്തം മാതാപിതാക്കളെ നഷ്ടമാകുന്നു, സഹോദരനെ നഷ്ടമാകുന്നു, ഗർഭിണിയായ ഭാര്യയെ നഷ്ടമാകുന്നു. പിന്നീട് അദ്ദേഹം തയ്യാറാക്കി വെച്ച ഒത്തിരി ഗവേഷണ പ്രബന്ധങ്ങളുണ്ട്. ഇതെല്ലാവരും ഈ തടവറയിൽ വെച്ച് മനഃപൂർവ്വം നശിപ്പിച്ചു കളയാണ്. ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ ആയിട്ട് ഒത്തിരി തളർത്തി കളയാണ്. ഒന്നാമത് ദുരിതം, അതിനു പിന്നിൽ ശാരീരികവും മാനസികവുമായുള്ള പീഡനങ്ങൾ. നമ്മൾ എട്ടാം സ്ഥലം ധ്യാനിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും, ഈശോയുടെ ചുമരിലിരിക്കുന്നത് ഒട്ടും വെയിറ്റ് ഇല്ലാത്ത ഒന്നുമല്ല, വെയിറ്റുള്ളൊരു കുരിശാണ്, അല്ലേ? ഭാരമേറിയൊരു കുരിശ്. ആ കുരിശ് വഹിച്ചു കൊണ്ടുപോകുമ്പോഴും അവൻ്റെ വടിയിൽ വെച്ച് അവൻ വിലപിക്കുന്ന സ്ത്രീകളെ കാണുകയാണ്. അവരോട് പറയുന്നത് എന്താ? നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. അതേ ഈശോയുടെ മുഖമാണ് വിക്ടർ ഫ്രാങ്ക്ലിന് ഈ ഓഷ്വിറ്റ്സ് തടവറയിലായിരിക്കുമ്പോൾ കിട്ടുന്നത്. ഇങ്ങനെ ദുരിതങ്ങളിങ്ങനെ കയറി വരുമ്പോഴും ഓരോ വ്യക്തികളും മനസ്സുമടുത്ത് ജീവിക്കാൻ താല്പര്യമില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ പ്രത്യാശകളും കെട്ടുപോകുന്ന നിമിഷത്തിൽ അവരൊന്നേ ചിന്തിക്കുകയുള്ളൂ, ആത്മഹത്യ ചെയ്യണം. ഒട്ടുമിക്കവരും ആത്മഹത്യയുടെ വക്കിലേക്ക് മടങ്ങുമ്പോൾ ഈ മനുഷ്യൻ സ്വന്തം വേദനകളെല്ലാം മറക്കുകയാണ്. അവന് താങ്ങാൻ പറ്റാവുന്ന വലിയ കുരിശുകളെല്ലാം ചുമലിലുണ്ട്. എന്നിട്ട് പോലും ഇതെല്ലാം മറന്ന് നേരെ ഈ തടവറക്കുള്ളിലെ സഹോദരൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ്, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, നിങ്ങളുടെ ഭാരങ്ങളെല്ലാം മാറും, വേദനിക്കുന്നവൻ ചിരിക്കും. അങ്ങനെ വലിയ ആശ്വാസവാക്കുകൾ പറഞ്ഞുകൊണ്ട് വലിയ ആശ്വാസമായിട്ട് വിക്ടർ ഫ്രാങ്ക്ലിൻ മാറുകയാണ്. ക്രിസ്തുവിൻ്റെ തനിപ്പകർപ്പായിട്ട്, ക്രിസ്തുമുഖമായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയല്ലേ? നമുക്ക് ഒത്തിരി പ്രയാസങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, വേദനകളുണ്ട്, ആകുലതകളുണ്ട്, അതുപോലെ തന്നെ സഹനങ്ങളുണ്ട്, കടബാധ്യതകളുണ്ട്, രോഗങ്ങളുണ്ട്. ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്ന കുരിശാണ്. പക്ഷേ വേദനകൾ ഏറുമ്പോഴും എൻ്റെ കൂടെ നടക്കുന്നവനെ ഒന്ന് നോക്കാനായിട്ട്, അവനെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട്, അറ്റ്ലീസ്റ്റ് എൻ്റെ വേദനക്കിടയിലും അവരെൻ്റെ ചിരി കാണുമ്പോൾ എൻ്റെ മനസ്സിൽ വിരിയുന്ന ഒരു സന്തോഷം, ആ സന്തോഷം അല്പമാണെങ്കിൽ പോലും ആ അല്പസമയം നമ്മൾ സ്വർഗതുല്യമായിട്ട്, ക്രിസ്തുതുല്യമായിട്ട് മാറും. നമ്മുടെ അപരൻ്റെ വേദനകളെ കാണാൻ, ഞാൻ വേദനിക്കുമ്പോഴും അവരെന്നെ മനസ്സിലാക്കാൻ, അവൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കഷ്ടങ്ങൾ പേറുമ്പോൾ എന്നെ നീ തേടുന്നു, നന്മയിൽ എന്നെ നീ മറന്നിടുന്നു, എന്നും നീ എന്നോടൊപ്പം
കഷ്ടവും നഷ്ടവും നേട്ടമാക്കൂ യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 9-ാം സ്ഥലം. ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. 9-ാമത്തെ ഇടമെന്ന് പറയുന്നത് ജെറുസലേം, കയ്യപ്പാസിൻ്റെ അരമനമുറ്റം. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം, ക്രിസ്തുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ പത്രോസ്. ഈ പത്രോസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കയ്യപ്പാസിൻ്റെ, അതായത് വിധി നിർണയിക്കുന്ന മഹാപുരോഹിതനായ കയ്യപ്പാസിൻ്റെ അരമുനമുറ്റത്തിൽ രാത്രി പത്രോസ് 3 തവണ വീഴുന്നുണ്ട്. അത് നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ളതാണ്. വിധി നിർണയിക്കാനായിട്ട് ഈശോയെ കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനുമാണ്, ശിഷ്യനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗുരുവുമാണ്. ആ ഗുരുവിനെ രഹസ്യമായിട്ട് പിന്തുടരുന്ന പത്രോസിനെ നമ്മൾ കാണുന്നുണ്ട്. ഇങ്ങനെ പിന്തുടർന്നു പോകുമ്പോൾ ഒരു പരിചാരിക, അവള് പത്രോസിനെ കാണുന്നു. അവൾക്കറിയാം ഈശോയുടെ കൂടെ ഉണ്ടായ ഒരു മനുഷ്യനാണ്. നേരെ പത്രോസിൻ്റെ അടുത്ത് വന്നിട്ട്, നീയും ഈ ഗലീലക്കാരനായ ഈ മനുഷ്യൻ്റെ കൂടെ ഉണ്ടായിരുന്നവനല്ലേ? ആദ്യത്തെ വീഴ്ച എന്ന് പറയുന്നത് ഭയമാണ്. ആ ഭയം മൂലം പത്രോസ് വേഗം തന്നെ പറയുകയാണ്, നീ എന്താണ് ഈ പറയുന്നത്? എനിക്കറിയില്ല. നീ പറയുന്നത് പോലും എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യത്തെ വീഴ്ച അവിടെ വീണു. രണ്ടാമത് യാത്ര ആരംഭിക്കുകയാണ്. തണുപ്പകറ്റാനായിട്ട് തീ കായുമ്പോൾ അടുത്തൊരു സ്ത്രീ വരികയാണ്. എന്നിട്ട് പത്രോസിനോട് ചോദിക്കുകയാണ്, നീ നസ്രായനായ ഈശോയുടെ കൂടെ ഉണ്ടായിരുന്നവനാണ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പത്രോസ് 2ാമത് വീഴുകയാണ്. പത്രോസ് 2ാമത്തെ വീഴ്ച എന്ന് പറഞ്ഞാൽ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. സത്യമായിട്ടും അണയിട്ടും പറയുകയാണ്, ഈ മനുഷ്യൻ എനിക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞു. വീണ്ടും യാത്രകൾ തുടരുകയാണ്. വിചാരണയ്ക്കായിട്ട് ഈശോയെ കൊണ്ടുപോകുന്നു. പത്രോസ് പിന്നിലുണ്ട്. ഈശോ ഒന്ന് തിരിഞ്ഞ് പത്രോസിനെ നോക്കിയാണ്. ഈ നോട്ടത്തിലെല്ലാം ഉണ്ടായിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. പത്രോസിൻ്റെ കണ്ണ് ഈശോയുടെ കണ്ണുകളിൽ ഉടക്കുന്നുണ്ട്, ഈശോയുടെ കണ്ണ് പത്രോസിൻ്റെ കണ്ണുകളിൽ ഉടക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ ഈ മനുഷ്യൻ ഉരുകിയില്ലാതാവുകയാണ്. ഉടനെ കോഴുകൂവി എന്നാണ് പറയുന്നത്. അതൊരു പ്രവചനം ഉണ്ടായിരുന്നില്ലേ? അത് അവൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ്. അവൻ ഹൃദയം പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. ഈ 9-ാം സ്ഥലം എന്ന് പറയുന്നതാണ് നമ്മുടെ തവണകളായിട്ടുള്ള വീഴ്ചകളെ ഓർമ്മിപ്പിക്കുകയാണ്. വീഴ്ചകൾ പലതാണ്. ഒരുപക്ഷെ മറ്റുള്ളവരോട് ശത്രുത, ദേഷ്യം, വെറുപ്പ്, പരിഹാസം, തള്ളിപ്പറയൽ, അങ്ങനെ വീഴ്ചകൾ പലതാകുമ്പോൾ ഈ വീഴ്ചകളിൽ നിന്നെല്ലാം ഉയർത്തെഴുന്നേൽക്കാനായിട്ട് ക്രിസ്തു നോട്ടം മതി എന്നാണ് പത്രോസ് പറയുന്നത്. അവൻ്റെ പശ്ചാത്താപം അവനെ പിന്നീട് സഭയുടെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ, ക്രിസ്തുവിൻ്റെ സുവിശേഷം മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ മാത്രം പ്രാപ്തനായിട്ട് പത്രോസ് മാറുന്നുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ നോട്ടം അവൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞുകൊണ്ടാണ്. നമ്മളൊക്കെ വീഴുന്നവരാ, ഞാനടക്കം വീഴുന്നവരാ. വീഴുമ്പോഴും ക്രിസ്തു എന്നെ നോക്കുന്നുണ്ട്. ആ നോട്ടത്തിൽ ഞാനൊന്ന് പശ്ചാത്തപിച്ച് എൻ്റെ തെറ്റുകൾ തിരുത്തി ഞാൻ വീണ്ടും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് നടക്കാനുള്ള ഒരു കൃപയാണ് നമുക്ക് വേണ്ടത്.
ആ കൃപ നമ്മിലേക്ക് വരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പാപത്തിൽ വീണു നീ ഉഴലുമ്പോൾ എൻ്റെ കരുണയിൽ ആശ്രയിക്കൂ. എന്നതിരറ്റ കരുണ നീ ഓർക്കുമ്പോൾ അപരനായി പ്രാർത്ഥിക്കൂ എന്നുമെന്നും യേശുവേ. രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. യേശുവേ, രക്ഷകാ, എൻ സോദരരിൽ നിൻ മുഖം കാണുവാൻ കൃപയേകണേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. 10-ാം സ്ഥലം, ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നു. 10-ാം ഇടമെന്ന് പറയുന്നത് ജാർഖണ്ഡാണ്. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം നമ്മൾ വാർത്തകളിലൊക്കെ ഏറെ ശ്രദ്ധിച്ച ഒരു മുഖമാണ്. ഫാദർ സ്റ്റാൻസാമി. ജാർഖണ്ഡിലെ ആദിവാസികൾക്കിടയിൽ അവർക്കിടയിൽ താമസിച്ച് അവരുടെ സന്തോഷങ്ങൾക്കും അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടി പോരാടിയ ഒരു വൃദ്ധനായ വൈദികൻ. ആ മനുഷ്യൻ 84-ാം വയസ്സിലാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവറയിലാക്കുന്നത്. നമുക്കറിയാം, നമ്മളിപ്പോൾ ചെറുപ്പമാകുമ്പോൾ എന്തും ഏതും ചെയ്യാനുള്ള പ്രാപ്തി നമുക്കുണ്ട്. പക്ഷെ വാർദ്ധക്യമൊന്ന് കടന്നു വരുമ്പോൾ ഓടി നടന്നവൻ പതിയെ പതിയെ നടക്കാനായിട്ട് തുടങ്ങും. ചാടി നടന്നവൻ ചാടാതെയാകും. പക്ഷേ ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനൊന്ന് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു വചനം, ഒരു വാക്യം ഇങ്ങനെയാണ്: എ കേജ്ഡ് ബേർഡ് ക്യാൻ സ്റ്റിൽ സിംഗ്. അതായത് തടവറയിൽ കഴിയുന്ന അല്ലെങ്കിൽ കൂട്ടിൽ കഴിയുന്ന ഒരു പക്ഷിക്ക് പാടാനായിട്ട് സാധിക്കും, പറക്കാൻ പറ്റിയില്ലെങ്കിലും. അത് തീർച്ചയായിട്ടും തെളിഞ്ഞു നിൽക്കുന്ന ഒരു മുഖമാണ് ഫാദർ സ്റ്റാൻസാമി. അദ്ദേഹത്തിന് 84-ാം വയസ്സിലാണ് ഇദ്ദേഹം തടങ്കിലാകുന്നത്. ആ സമയത്ത് പാർക്കിൻസൺസ് രോഗമുണ്ട്. വൃദ്ധനായതുകൊണ്ട് തന്നെയും കൈകാലുകൾ വിറയ്ക്കും. അപ്പോൾ വെള്ളം കുടിക്കാൻ പറ്റില്ല, ഭക്ഷണം നേരെ ചൊവ്വേ കഴിക്കാനായിട്ട് സാധിക്കില്ല. നമ്മുടെ വീട്ടിൽ അപ്പാപ്പമാരും അമ്മമാരും അങ്ങനെയൊക്കെയാണോ പ്രായത്തുമ്പോൾ? അതുപോലെ അവരുടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന യഥാർത്ഥ ഒരു മനുഷ്യൻ, പച്ചയായ ഒരു മനുഷ്യൻ, നീതിക്ക് വേണ്ടി ആദിവാസികൾക്ക് വേണ്ടിയൊക്കെ ഒത്തിരി പോരാടുകയാണ്. ആ മനുഷ്യനെയാണ് ഭരണകൂടം ഈശോയുടെ വസ്ത്രങ്ങൾ ഊരി അപമാനിച്ചതുപോലെ ബേസിക്കായിട്ടുള്ള നീഡ്സ് പോലും നൽകാതെ ആ മനുഷ്യൻ്റെ അവകാശങ്ങളെ നിഷേധിച്ച്, അവൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യങ്ങളെ നിഷേധിച്ച് തടവിലാക്കുന്നത്. ഇവിടെയും തെളിയുന്നത് ക്രിസ്തുമുഖം തന്നെയാണ്. ഇദ്ദേഹം ഒരു സിപ്പർ കപ്പിനായിട്ട്, വെള്ളം കുടിക്കാനായിട്ട് ഒരു സിപ്പർ കപ്പിനായിട്ട് തൻ്റെ അധികാരികളോട് ചോദിക്കുന്നുണ്ട്. അതുപോലും
അവിടെ നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ആഴ്ചകൾ കഴിഞ്ഞു. ഇദ്ദേഹം മരിക്കുന്നത് ഒരു ആശുപത്രി കിടക്കയിലാണ്. ഏകാന്തതയിലാണ് മരിക്കുന്നത്. സുഹൃത്തുക്കളോ ബന്ധുക്കളോ മാതാപിതാക്കളോ ആരുമില്ലാതെ മരിക്കുന്ന ഒരു വ്യക്തി. നമുക്കറിയാം, നമ്മളെല്ലാവരും തന്നെ ഈ ഒരു അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷെ ആരെയും അപമാനിക്കാതിരിക്കാനുള്ള കൃപയാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സന്തോഷങ്ങളുണ്ട്. അതുപോലെ തന്നെ പല ജീവിതത്തിൻ്റെ കയറ്റങ്ങളിലൂടെ ഇറക്കങ്ങളിലൂടെ നമ്മൾ കടന്നു പോകും. ഓരോ മനുഷ്യനും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കൃപ നമുക്ക് വേണം. ആ മനുഷ്യൻ്റെ മഹത്വം മനസ്സിലാക്കാനുള്ള കൃപ വേണം. സത്യത്തിന് നീതിക്ക് വേണ്ടി നിൽക്കുന്നവനെ തളർത്തുകയല്ല, ഉയർത്തുകയാണ് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പേരെ അപമാനിച്ചിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്, മാറ്റി നിർത്തപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ സ്വാതന്ത്ര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ ഒരിടം നമ്മളോട് പറയുന്നതും നമുക്ക് നൽകുന്ന സന്ദേശവും ഇതാണ്: ആരെയും അപമാനിക്കാതിരിക്കുക. അത് നിൻ്റെ വാക്കുകളിലൂടെ ആകാതിരിക്കട്ടെ, പ്രവൃത്തികളിലൂടെ ആകാതിരിക്കട്ടെ, ഈവൻ ചിന്തകളിലൂടെ കൂടെ ആകാതിരിക്കട്ടെ. പതിനൊന്നാം സ്ഥലം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. 11ാമത്തെ ഇടം എന്ന് പറയുന്നത് കോട്ടയമാണ്. നമ്മൾ പരിചയപ്പെടുന്ന മുഖമെന്ന് പറയുന്നത് ലോട്ടറി വിൽക്കുന്ന ഒരമ്മ. സോഷ്യൽ മീഡിയയിലേക്ക് ഒത്തിരി വൈറലായ ഒരു വ്യക്തിയാണ്. റോസമ്മ എന്നാണ് അമ്മയുടെ പേര്. കോട്ടയത്ത് 10 വർഷമായിട്ട് ലോട്ടറി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് കാഴ്ചയില്ല, ഭർത്താവില്ല, ആരും പോലുമില്ല. ആകെ ഈ ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനം മാത്രം കൊണ്ട് ജീവിക്കുന്ന ഒരമ്മ. എല്ലാ ദിവസവും ലോട്ടറി വിൽക്കാൻ പോകും. അങ്ങനെ പതിവ് പോലെ ലോട്ടറി വിൽക്കുന്നതിനിടയിൽ അമ്മ ഓരോ ദിവസവും കഴിഞ്ഞു വരുമ്പോൾ അക്കൗണ്ടുകളൊന്ന് നോക്കും. വിറ്റുപോയ ലോട്ടറിയുടെ അതേ രീതിയിൽ തന്നെ ക്യാഷ് കിട്ടുന്നില്ല. അതായത് അക്കൗണ്ട്
ടാലിയാകുന്നില്ല. അപ്പം അമ്മയ്ക്ക് മനസ്സിലായി, ആരൊക്കെയോ എന്നെ കാണാതെ ലോട്ടറി എടുക്കുന്നുണ്ട്, ആരൊക്കെയോ ലോട്ടറി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തായ ഒരു വ്യക്തി ഈ അമ്മയോട് പറയുകയാണ്, ഒരു പെൻ ക്യാമറ ഉപയോഗിക്കുക, ഒരു പെൻ ക്യാമറ ഉപയോഗിക്കുക. ആ അമ്മ അങ്ങനെ പെൻ ക്യാമറ ഉപയോഗിക്കുകയാണ്. തൻ്റെ ക്ലയൻറ്റ് വരുന്നു, ലോട്ടറി കൊടുക്കുന്നു. അങ്ങനെ ആ പെൻ ക്യാമറ വെച്ച് ആളെ കണ്ടുപിടിക്കും. ആദ്യ ആള് സമ്മതിക്കൂല, അയാൾ നിഷേധിക്കും, ഞാനല്ല എടുത്തതെന്ന് പറയും. പക്ഷെ പ്രൂഫ് കാണിച്ചു കൊടുക്കും, വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കും, ഇതാണ് തെളിവ്. പക്ഷെ അമ്മ വേറെ ഒന്നും ചെയ്യുന്നില്ല. ഇയാളെ അടുത്ത് വിളിച്ചിട്ട് ഒരു ചെറിയ അഡ്വൈസ്, ഞങ്ങളെപ്പോലെയുള്ള പട്ടിണി പാവങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കരുത്, അത്രമാത്രം പറയുകയാണ്. ഇപ്പം ഇൻ്റർവ്യൂ ചെയ്ത മനുഷ്യൻ ഈ റോസമ്മയോട് ചോദിക്കുന്നുണ്ട്, കേസ് കൊടുക്കാറുന്നില്ലേ, എന്തേ കേസ് കൊടുക്കാഞ്ഞേ? അപ്പം ഇമ്മ പറയുന്നുണ്ട്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന ആളാണ്, ദിവ്യബലിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അവിടെ എന്നെ പഠിപ്പിക്കുന്നത് ക്ഷമിക്കാനും സഹിക്കാനുമാണ്. നമ്മൾ ഈ 11-ാമത്തെ ഇടത്തിൽ കാണുന്ന ഒരു കാഴ്ച ഈശോയെ കുരിശിൽ തറയ്ക്കുന്ന ഒരു കാഴ്ചയാണ്. ഈശോ ഒരു വാക്ക് എതിർത്ത് പറയുന്നതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല. ആരെയും വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും നോവിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ റോസമ്മ എന്ന് പറയുന്ന വ്യക്തിയും അങ്ങനെ ഒരു ക്രിസ്തുമുഖം കാത്തു സൂക്ഷിച്ചൊരു വ്യക്തിയാണ്. ഈ റോസമ്മയുടെ മുഖവും ഈ ക്രിസ്തുമുഖവും നമ്മോട് പറയുന്നൊരു കാര്യവും ഇത്രമാത്രമേ ഉള്ളൂ, ആരെയും നോക്കുകൊണ്ടുപോലും വേദനിപ്പിക്കാതിരിക്കുക, ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സാന്നിധ്യം, ഒരു മനോഭാവം നമ്മളെല്ലാവരിലും വളർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ക്ഷമിക്കാനും സഹിക്കാനുള്ള മനോഭാവം നമ്മിൽ വളരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം.
12-ാം സ്ഥലം, ഈശോ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. 12-ാം ഇടം എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ ഉദയ്നഗർ. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം സിസ്റ്റർ റാണി മരിയ കുരിശിൽ കിടന്നുകൊണ്ട് തന്നെ വേദനിപ്പിച്ച ക്രിസ്തുവിൻ്റെ മുഖവുമായിട്ട് നടക്കുന്ന ഒരു സന്യാസിനി. ക്ഷമയുടെ വലിയ പര്യായമായിട്ട് ഈ സിസ്റ്റർ മാറുന്നുണ്ട്. 1995 ഫെബ്രുവരി 22-ാം തീയതി ഈ സിസ്റ്റർ ഇൻഡോറിലേക്ക് യാത്ര ചെയ്യുകയാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി, പാവപ്പെട്ട കർഷകർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒത്തിരി സഹായിക്കുമായിരുന്നു. അവർക്ക് ആശ്വാസമായിരുന്നു, അവരുടെ അഭയമായിരുന്നു. അതുകൊണ്ട് തന്നെയും രാഷ്ട്രീയ പ്രവർത്തകർ ഒത്തിരി അദ്ദേഹത്തെ വെറുത്തിരുന്നു, ആ സ്ത്രീയെ. ആ ഇൻഡോറിലേക്ക് പോകുന്ന യാത്രയിൽ സമന്ദർ സിംഗ് എന്ന് പറയുന്ന വാടക കൊലയാളി ഈ മനുഷ്യൻ പോകുന്ന ബസ്സിനെ പിടിച്ചു നിർത്തി, തടഞ്ഞു നിർത്തിയിട്ട് ആ സിസ്റ്ററിനെ പുറത്തേക്ക് തള്ളിയിടുകയാണ്. വലിച്ചിഴച്ചു കൊണ്ടുപോയിട്ട് 54 തവണയാണ് കത്തികൊണ്ട്, കടാര കൊണ്ട് കുത്തുന്നത്. ഓരോ തവണ കുത്തുമ്പോഴും ഈശോയെ ഈശോയെ എന്ന് മാത്രം മന്ത്രിക്കുന്ന ആ സിസ്റ്ററിനെയാണ് നമ്മൾ കാണുന്നത്. ഈശോ കുരിശിൽ കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർക്ക് അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ. വലിയ ക്ഷമയുടെ പര്യായവും ക്രിസ്തു മുഖവും ഈ സിസ്റ്ററിൽ നമ്മൾ തെളിഞ്ഞു കാണുന്നുണ്ട്. അങ്ങനെ റാണി മരിയ തൻ്റെ പിതാവിൻ്റെ കൈകളിൽ ക്രിസ്തു തൻ്റെ ആത്മാവിനെ സമർപ്പിച്ചതുപോലെ ഈ ലോകത്തിൽ നിന്ന് വിട പറയുകയാണ്. സംഭവം അവിടെ അവസാനിക്കുന്നില്ല. നമുക്കറിയാം, തുടർന്നുള്ള സംഭവമാണ് വലിയൊരു അത്ഭുതമായിട്ട് മാറുന്നത്. റാണി മരിയ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷേ ആ സിസ്റ്ററിൻ്റെ സഹോദരി സെൽമി, ഈ സെൽമി സിസ്റ്റർ ഒരു രാഖിയൊക്കെ കയ്യിൽ കരുതിക്കൊണ്ട് സിസ്റ്ററിൻ്റെ കൊലയാളിയായ സമന്ദർ സിംഗിനെ കാണാനായിട്ട് പോവുകയാണ്. രാഖി കെട്ടി സഹോദരനാക്കി തിരിച്ചു കൊണ്ടുവരുന്ന അത്ഭുതകരമായ ഒരു കാഴ്ച. ഇത് സ്നേഹിക്കുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ. സ്നേഹമുണ്ടോ അവിടെ ക്ഷമിക്കാനായിട്ട് സാധിക്കും. സിസ്റ്ററിനറിയാം, എൻ്റെ ചേച്ചി, എൻ്റെ നീതി നഷ്ടപ്പെട്ടു. പകരം എനിക്ക് തന്നൊരു മനുഷ്യനാണ് ആര്? സമന്ദർ സിംഗ്. വേദനിപ്പിച്ചവരെ പോലും സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നൊരു പാഠം അവിടെ വിടരുകയാണ്. നമുക്ക് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകും. പക്ഷെ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതോ പകയായിരിക്കുള്ളൂ, എന്തെങ്കിലും വാശിയായിരിക്കുള്ളൂ. ഈ വാശിയും പകയും നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുത്താറേ ഉള്ളൂ, നേടിത്തരാനായിട്ട് സഹായിക്കില്ല. പക്ഷെ ക്ഷമ എന്ന വലിയൊരു പുണ്യം അത് വലിയ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കും. അത് ഒരുവനെ നേടിയെടുക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് നേടിയെടുത്തതുപോലെ സിസ്റ്റർ റാണി മരിയയുടെ മരണത്തിലൂടെ സിസ്റ്റർ സെൽമി സമന്ദർ സിംഗിനെ തിരിച്ച് പശ്ചാത്താപത്തിലേക്കും സഹോദരനായിട്ടും ക്ഷണിച്ചതുപോലെ ആ ക്ഷമ എന്ന പുണ്യം നമ്മിലേക്ക് വളരാനായിട്ട് അതിനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
പാപത്തിൽ വീഴാതെ എൻ മകനെ യേശുവേ കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. 13-ാം സ്ഥലം. ഈശോയുടെ മൃതദേഹം മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു. 13-ാം ഇടത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെയൊക്കെ തൊട്ട് അടുത്തുള്ളൊരു പ്രദേശമാണ്. വരാപ്പുഴ അതിരൂപതയുടെ ഭാഗമായ കടമക്കുടി. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം എന്ന് പറയുന്നത് ബ്രദർ ബിന്നി ജോസഫിൻ്റെ അമ്മയാണ്. നമ്മളെല്ലാവരും തന്നെ പിയാത്ത, മൈക്കലാഞ്ചലോയുടെ ഏറ്റവും മനോഹരമായ ശില്പം പിയാത്ത, അത് കണ്ടിട്ടുള്ളവരാണ്. അത് കാണുമ്പോൾ അതിനെ വർണ്ണിക്കാത്തവരായിട്ട് ആരുമില്ല. എല്ലാവരും തന്നെ അതിനെ ഏറ്റവും മനോഹരമായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. ഏറ്റവും സുന്ദരമായ ഒരു ശില്പം. കണ്ടാലിങ്ങനെ നോക്കി നിന്നുകൊണ്ടേയിരിക്കും. അതിനത്രമാത്രം അഴകുണ്ട്, അത്രമാത്രം ഫിനിഷ് ഉണ്ട് ആ ഒരു ശില്പത്തിന്. പക്ഷേ ഞാൻ ചിന്തിക്കുന്നത്, ഈ ശില്പമല്ലാതെ ഈ ഒരു കാഴ്ച നമ്മൾ നേരിട്ടാണ് കാണുന്നതെങ്കിലോ? മാതാവിൻ്റെ മടിയിൽ തൻ്റെ മകനായ ഈശോ ജീവനറ്റ് കിടക്കുകയാണ്. അമ്മയ്ക്ക് എങ്ങനെ കരയാനും സാധിക്കുന്നില്ല. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ ഒരു പിയാത്തയുടെ രൂപമാണ് ബ്രദർ ബിന്നി ജോസഫിൻ്റെ അമ്മയിൽ നമ്മൾ കാണുന്നത്. 2018 മെയ് മാസത്തിൽ ഈ ബ്രദർ ബിന്നി എന്ന് പറയുന്ന വ്യക്തി പുരോഹിതനായിട്ട് പഠിക്കുകയാണ്. അവധിക്കാലത്തിൽ വീട്ടിലേക്ക് വരുന്നു. കുളിക്കാനായിട്ട് പെരിയാറിലേക്ക് പോകുന്നു. കുളിക്കുന്നതിനിടയ്ക്ക് ആരൊക്കെയോ ഒഴുക്കിൽ വിട്ട് മുങ്ങിത്താഴുകയാണ്. ഈ കണ്ട മാത്രയിൽ അവൻ സകലതും മറന്ന് ആ മനുഷ്യൻ രക്ഷിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ പകരം സമർപ്പിക്കേണ്ടി വന്നത് ഈ അമ്മയ്ക്ക് ഈ മകനെയാണ്. അവൻ പെരിയാറിലേക്ക് മുങ്ങിപ്പോവുകയാണ്. അവൻ്റെ എല്ലാ സ്വപ്നങ്ങളും നശിച്ച് ഒരു വൈദികനാകണമെന്ന് ആഗ്രഹിച്ചതാണ്. അത് പറ്റിയില്ല. അന്ന് ആ പുഴയിൽ നിന്ന് ശരീരം എടുക്കുമ്പോൾ അമ്മ കണ്ടത് ആ ഇടത്തെ കാൽവരിയായിട്ടാണ്. കാൽവരിയിലെ ബലിപീഠമായിട്ട് അമ്മ കാണുകയാണ്. എൻ്റെ മകൻ്റെ ശരീരം അത് വെറും ശരീരമല്ല, കർത്താവിന് സമർപ്പിക്കേണ്ട ബലിവസ്തുവാണെന്ന് കാണുന്ന ഒരമ്മയാണ് അവിടെ കാണുന്നത്. അമ്മയുടെ മടിയിൽ ഈ ശരീരം ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ അമ്മ തളർന്ന് തകർന്ന് ഇരിക്കുകയാണ്. ഒത്തിരി പേര് ഈ ബ്രദറിൻ്റെ മൃതസംസ്കാര കർമ്മത്തിനായിട്ട് കടന്നു വരുന്നുണ്ട്. പ്രിയപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. അവരെല്ലാവരും കരയുന്നുണ്ട്. അവർക്കേറെ പ്രിയപ്പെട്ടവർ മരിച്ചു പോകുമ്പോൾ അങ്ങനെയാണല്ലോ. പക്ഷെ അമ്മ മാത്രം കരയുന്നില്ല. അവൻ്റെ സഹപാഠികളായ മറ്റു ബ്രദേഴ്സ് വീട്ടിൽ വരുമ്പോൾ ഈ അമ്മ ഇവരോട് പറയുകയാണ്, എനിക്കെൻ്റെ മകനെ നഷ്ടപ്പെട്ടു, പക്ഷേ ഈശോ എനിക്കെൻ്റെ മകന് പകരം നിങ്ങളൊക്കെ തന്നു. നിങ്ങളെല്ലാവരും അച്ഛനാവണം. ഈ ഒരു വാർത്ത നമ്മൾ ന്യൂസ് പേപ്പറുകളിൽ ശ്രദ്ധിച്ചതാണ്. സ്വന്തം മകൻ ചേതനയേറ്റ് കിടക്കുമ്പോഴും ഇങ്ങനെയൊക്കെ പറയാനുള്ള ആ അമ്മയുടെ
മനോഭാവത്തെ എടുത്ത് കാണിക്കുന്നുണ്ട്. പിയാത്തയും അങ്ങനെയൊക്കെ തന്നെയാണ്. പിയാത്ത നൽകുന്ന സന്ദേശം എന്താണ്? നിനക്ക് വേണ്ടി, നിന്റെ പാപങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ മകനെ നിങ്ങൾക്ക് നൽകുകയാണ്. നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി, മറ്റൊരു ക്രിസ്തുവായിട്ട് രൂപപ്പെടുക. ഇവിടെ ഒരു ക്രിസ്തു പൊലിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ അനേകം ക്രിസ്തു വരണമെന്നുള്ള ഒരു ബോധ്യം നൽകുകയാണ്. ആ അമ്മയും അത്രമാത്രമേ പറയുന്നുള്ളൂ. എൻ്റെ മകനെ എനിക്ക് നഷ്ടപ്പെട്ടു, പക്ഷേ പകരം എനിക്ക് ഒത്തിരി മക്കളെയാണ് തന്നത്. നിങ്ങൾ ഈ മക്കളെല്ലാവരും തന്നെ അച്ഛന്മാരാകണം. അത് വലിയൊരു കാഴ്ചപ്പാടാണ്. വേദനകൾക്കിടയിലും, നമ്മുടെയൊക്കെ എത്ര വലിയ വേദനയാണെങ്കിലും അത് മറക്കാനായിട്ട്, പുതിയൊരു കാഴ്ചപ്പാടുകൾ ഉണരാനായിട്ടുള്ള കൃപ നമുക്ക് വേണം. ക്രിസ്തു നമുക്ക് മരിച്ചതുപോലും മറ്റൊരു ക്രിസ്തുവായിട്ട് നിങ്ങളെല്ലാവരും രൂപപ്പെടാനാണ്. അതുകൊണ്ട് തന്നെയും നമ്മളെല്ലാവരും മറ്റൊരു ക്രിസ്തുവായി മാറട്ടെ എന്നും ആ ചൈതന്യത്തിൽ ജീവിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ശരീരം എന്നമ്മതൻ ഹൃദയ വ്യഥ നീ കേൾക്കുക. മകനെ കരയൂ നിൻ പാപമോർത്ത് കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. 14-ാം ഇടമെന്ന് പറയുന്നത് പത്തനംതിട്ട. നമ്മൾ പരിചയപ്പെടുന്ന ക്രിസ്തുമുഖം ഒരു കുഞ്ഞു മാലാഖ, അയലിൻ ഷെറിൻ അബ്രഹാം. ഈ ഇടയ്ക്ക് നമ്മൾ പത്രവാർത്തകളിലും പേപ്പറിലുമൊക്കെ നിറഞ്ഞ ഒരു സാന്നിധ്യമായിരുന്നു ഈ കുഞ്ഞ്. മനോരമ ഈ കുഞ്ഞിനെ വിശേഷിപ്പിച്ചതുപോലും കുഞ്ഞിക്കവിൾ മേഘമെന്നാണ്. അവൾ ആരാണെന്ന് നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കും. കേരളത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവ്, അവയവദാനം നൽകിയെന്നുള്ളതിൻ്റെ പേരിൽ 10 മാസം മാത്രം പ്രായമുള്ളൂ. ഇവള് തൻ്റെ അപ്പനായ അരുണിൻ്റെ കൂടെയും അമ്മയായ ഷെറിൻ്റെ കൂടെയും കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു റോഡ് അപകടത്തിൽ മുറിവേൽക്കുകയാണ്, മരണത്തോട് മല്ലിടുകയാണ്. ഈ അയലിനെ രക്ഷിക്കാനായിട്ട്
പല ആശുപത്രികളിലേക്ക് ഇവർ കടന്നു പോകുന്നുണ്ട്. അവസാനം ഫെബ്രുവരി 5 അപകടം നടക്കുന്നു. ഫെബ്രുവരി 13 അമൃത ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിക്കുകയാണ്. നമ്മുടെ മാതാപിതാക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാലാഖ കുഞ്ഞ് 10 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ മകളെ, അവരുടെ ഏറ്റവും വലിയ സന്തോഷത്തെ, അവരുടെ പ്രതീക്ഷകളെ അവർക്ക് വേണമെങ്കിൽ ആ കല്ലറയിൽ ഒതുക്കാമായിരുന്നു. പക്ഷേ അവർ മാറി ചിന്തിക്കുകയാണ്. അവർ ഈ കുഞ്ഞിനെ, ആ കുഞ്ഞിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യാനായിട്ട് സമ്മതം മൂടുന്നു. ഇവരുടെ സമ്മതത്തിന് മുമ്പിൽ കേരളം മുഴുവനും ശിരസ് നമിക്കുന്നുണ്ട്. ഈ കുഞ്ഞിനെ യാത്രയാക്കുന്നത് പോലും വലിയ ബഹുമതികളോടുകൂടിയാണ്. ജീവിതത്തിലെ നമുക്കുണ്ടാകുന്ന സഹനങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ നഷ്ടപ്പെടുമ്പോൾ, നമ്മുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മളെല്ലാവരും തന്നെ കല്ലറയിലാണ്. പ്രത്യാശ എന്നതൊന്നുമില്ല, ഇനി ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കല്ലറകളാണ്. ഈ 14-ാം സ്ഥലം നമുക്ക് നൽകുന്നൊരു കാഴ്ചപ്പാടുണ്ട്. കല്ലറകളൊന്നും ഒരവസാനമല്ല, അത് വലിയൊരു പ്രതീക്ഷയും പ്രത്യാശയും നൽകുന്നുണ്ട്. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഈ അയൽനിഷറിൻ അബ്രഹാത്തിൻ്റെ മാതാപിതാക്കൾ. എൻ്റെ കുഞ്ഞിന്ന് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവളുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ അവൾ അനേകരിലൂടെ ജീവിക്കും. 4 പേർക്കാണ് അവളുടെ അവയവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആ കുഞ്ഞ് ഇന്നും അവരിലൂടെ അവൾ ജീവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധ്യം അവരുടെ മാതാപിതാക്കൾക്കുണ്ട്. ക്രിസ്തു കല്ലറയിലേക്ക് ഒതുങ്ങുമ്പോഴും ക്രിസ്തു പറയുന്നത് എന്താണ്? 3-ാം ദിവസം ഞാൻ ഉയർക്കും, മരിക്കുന്നില്ല. ഇത് നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. നമ്മളും ഇങ്ങനെയുള്ള കല്ലറകളിലേക്ക് പലപ്പോഴും ഒതുങ്ങിപ്പോകാറുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ട്, പ്രതീക്ഷകളില്ലാതെ, ദുഃഖവെള്ളിയിലേക്ക് മാത്രം ഒതുങ്ങി, ഒരു ഉയർപ്പ് ഞായറും കാണാതെ എൻ്റെ പ്രതീക്ഷകൾ തകർന്നു, പ്രതീക്ഷകളില്ല, ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇനിയൊരു കടന്നുവരവ് ഇല്ല എന്ന് പറയുമ്പോൾ കല്ലറകൾ നമുക്ക് നല്ലൊരു സന്ദേശം നൽകുന്നുണ്ട്. ഞാനും നീയും ഇനിയും ജീവിക്കും അനേകരിലൂടെ. അത് നമ്മുടെ നന്മ പ്രവൃത്തികളായിരിക്കണം. ക്രിസ്തു കല്ലറയിൽ ഒതുങ്ങിപ്പോകുന്നത് ഒരിക്കലും ഒരു മരണത്തിലേക്കല്ല, മറിച്ച് ജീവിതത്തിലേക്കാണ്. ഇന്നും ക്രിസ്തു നമ്മുടെയൊക്കെ ജീവിതത്തിൽ ജീവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഒരു നല്ല മനുഷ്യനായിരുന്നു. അതിലുപരി തിന്മകൾ ചെയ്യാതെ നന്മകൾ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ. അവൻ മരണമടഞ്ഞെങ്കിലും ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. ആ ജീവിക്കാനുള്ള പ്രേരണ നമുക്ക് നൽകുന്നത് അവൻ്റെ ഉദ്ധാനം തന്നെയാണ്. ആ ഉദ്ധാനത്തെ ലക്ഷ്യം വയ്ക്കാനുള്ള കൃപയാണ് നമ്മൾ ഓരോരുത്തരും നേടേണ്ടത്. ആ ഉയർപ്പും നമുക്ക് നൽകുന്നത് ഞാനും നീയും കല്ലറകളിൽ ഒതുങ്ങേണ്ടവരല്ല. എൻ്റെ നന്മകളിലൂടെ ഞാനും അനേകരിലൂടെ കടന്നു പോകണം, അനേകര് എന്നിലെ ക്രിസ്തുമുഖം കാണണമെന്നുള്ള ബോധ്യത്തോടുകൂടി ജീവിക്കണം. അതിനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൽ സ്ഥലമൊരുക്കാൻ യേശുവേ, രക്ഷകാ
കർത്താവെ അനുഗ്രഹിക്കണമേ. മാതാവേ, ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ എൻ്റെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാക്കണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദ്ധരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ഉപേക്ഷിക്കണമേ. ആമേൻ. കുരിശിൻ്റെ വഴി ഇവിടെ സമാപിക്കുകയാണ്. നമ്മളെല്ലാവരും തന്നെ വീട്ടിലേക്ക് മടങ്ങും. ഈ കുരിശിൻ്റെ വഴി ഇവിടെ അവസാനിക്കുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ കുരിശിൻ്റെ വഴിയാണ്, അല്ലേ? കുരിശുകളെടുക്കാത്ത ആരുമില്ല. ക്രിസ്തു പോലും പറയുന്നതാണ്, നീ എന്നെ അനുഗമിക്കാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ നിൻ്റെ കുരിശും എടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. ഈ കുരിശെന്ന് പറയുന്നത് എന്താണ്? അതൊരു രക്ഷയാണ്. രക്ഷയുടെ ഉപാധികൾ എന്തൊക്കെയാണോ അതെല്ലാം ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അപ്പോൾ കുരിശിൻ്റെ വഴികൾ അവസാനിക്കുന്നില്ല. ജീവിതത്തിൽ ഉടനീളം കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോകണം. ഈ ജീവിതം തന്നെ കുരിശിൻ്റെ വഴിയാകുമ്പോൾ, ഞാൻ ഇന്ന് കുരിശിൻ്റെ വഴി ചൊല്ലിയപ്പോൾ 14 മുഖങ്ങളെ പരിചയപ്പെട്ടു. നമ്മളും ജീവിതയാത്രയാകുന്ന കുരിശിൻ്റെ വഴിയിൽ ഈ 14 പേരെ അല്ല കാണാൻ പോകുന്നത്. ഇനി ഒത്തിരി പേരെ കാണും. ഈ 14 എന്നുള്ളത് 10,000-ങ്ങളായിട്ട് മാറും. ഒന്ന് സൂക്ഷിച്ച് വീക്ഷിച്ചാൽ നമുക്ക് എല്ലാവരിൽ തന്നെ ക്രിസ്തുമുഖമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒത്തിരി പേര് സഹായിക്കുന്നവരുണ്ടാകും, ഒത്തിരി പേര് ആശ്വസിപ്പിക്കാനുണ്ടാകും, ഒത്തിരി പേര് നിങ്ങളുടെ വേദനകൾ താങ്ങുന്നവരുണ്ടാകും. അങ്ങനെ ഒത്തിരി മുഖങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. പല ദേശങ്ങളിൽ നിന്ന്, പല പ്രദേശങ്ങളിൽ നിന്ന് എനിക്ക് ഈ 14 പേരെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിച്ചെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരിൽ എത്ര പേരെ നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും? യാത്രകൾ അവസാനിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് KCYM-ൻ്റെ കൂടെ മലയാറ്റൂർ പോകുന്നത്. മലയാറ്റൂർ പോയപ്പോൾ 1-ാം സ്ഥലം വരെ അത്യാവശ്യം കയറാനുള്ള ദൂരമുണ്ട്. ആയാസപ്പെട്ട് കയറണം. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ടീച്ചോ ഡീഹൈഡ്രേഷൻ മൂലം ഒന്ന് തലകറങ്ങി വീഴുകയാണ്. പെട്ടെന്ന് എല്ലാവരും പേടിച്ച്, എന്തു പറ്റി? എല്ലാവരും ഭയങ്കര ആകുലതയായി. അപ്പോൾ കൂടെ നിന്ന KCYM-ൽ എല്ലാവരും കൂടി വന്ന് ഇവനെ സ്ട്രക്ചറിൽ എടുക്കുകയാണ്. കൂടെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 6 പേരും ചേർന്ന് സ്ട്രക്ചറിൽ ഇവനെയും താങ്ങി അടിവാരത്തിലേക്ക് എത്തണം. എങ്കിലാണ് ആംബുലൻസ് കിട്ടുള്ളൂ. 1-ാമത്തെ സ്ഥലത്തിൻ്റെ ഏറ്റവും താഴെ എത്തണം. അങ്ങനെ ഞങ്ങൾ ഈ 6 പേരും ചേർന്ന് ഇവനെ താഴെ ഇറക്കുകയാണ്. അന്ന് ഞാൻ ചുമ്മാ ആ കല്ലിലിരിക്കുമ്പോൾ ധ്യാനിക്കുകയാണ്, ഇതും ഒരു കുരിശിൻ്റെ വഴിയായിരുന്നില്ലേ? അവനൊന്ന് വീണപ്പോൾ അവനെ താങ്ങാനായിട്ട് 6 പേര് ക്രിസ്തുമുഖമായിട്ട് കടന്നു വരികയാണ്. അതിന് സമാനമായ ഒരു കാഴ്ച തന്നെയാണ് ഇന്നലെ നല്ല മഴയായിരുന്നു. ഇടിവെട്ടി മഴ പെയ്തു. ഞാനിങ്ങനെ പ്രതീക്ഷിക്കായിരുന്നു, കർത്താവ് പരീക്ഷിക്കുകയാണ്. എനിക്കൊരു പേടിയായി, ഈ പരിപാടി നടക്കും. പലരും എന്നോട് വിളിച്ചു ചോദിക്കുന്നുണ്ട്, അച്ഛൻ നല്ല മഴയല്ലേ, നാളെ നടക്കും. പിന്നീട് ഞാൻ ഒരുപാട് പേരെ വിളിച്ചു തുടങ്ങാൻ തുടങ്ങി, പ്രാർത്ഥിക്കണോട്ടാ മഴ പെയ്യാതിരിക്കാനായിട്ട്. 5:30 മഴ പെയ്യണം. ഞാൻ ആകെ അസ്വസ്ഥനായി. അപ്പം ഞാനിങ്ങനെ ആകുലപ്പെട്ട് മുകളിലേക്ക് നോക്കി വെക്കുമ്പോൾ പലരും വന്ന് ചോദിക്കുന്നുണ്ട്, അച്ഛാ മുഖം മാറിയില്ല, അച്ഛനിങ്ങനെ നോക്കി മഴ പെയ്യിക്കില്ലേ? അപ്പോൾ ഞാൻ പറയുന്നത്, ഇല്ല, ഞാൻ ആ ഒരു വെട്ടത്തിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ. ആ വെട്ടം ഒന്ന് പരന്നു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും. അപ്പോൾ ആ സമയത്ത് പോലും കുറേ പേരിങ്ങനെ വന്ന് ആശ്വസിപ്പിക്കുകയാണ്, അച്ഛാ പരിപാടി നടക്കും, മഴ പെയ്യില്ല. ആ ഒരു ആശ്വാസം. ഇതൊക്കെ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഈ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ ഒത്തിരി പ്രയാസങ്ങളുണ്ടാകും. ഞാൻ എൻ്റെ കുരിശ് നോക്കുകയാണ്. ഇന്ന് മുഴുവനും എനിക്ക് ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ, ഇത് നടക്കുമോ? കാരണം ഇത്രയും വികാരിച്ചൻ ഇത്രയും പൈസയൊക്കെ മുടക്കുന്നുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താനായിട്ട്. ഞാൻ ചോദിച്ചപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് തന്നു. അപ്പോൾ നടക്കാതെ പോയാൽ അത് വലിയൊരു സങ്കടമായിട്ട് മാറും. അപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ ഒത്തിരി പേര് എൻ്റെ ചോദ്യത്തിലൂടെ കടന്നു പോയിട്ട്, അച്ഛൻ പേടിക്കണ്ട, മഴ പെയ്യില്ല. പലരും വിളിച്ച് പറയുന്നുണ്ട്, മഴ പെയ്ത് അതൊരു പക്ഷേ നമ്മളേക്കൊന്ന് തണുപ്പിക്കാനായിരിക്കും. എനിക്ക് അതൊക്കെ ഒരു ആശ്വാസമൊക്കെയായിട്ട് തോന്നിയത്. അപ്പോഴും കടന്നുപോയവരൊക്കെയും ശിമയോനായിട്ട് മാറി, വെറോനിക്കയായിട്ട് മാറി. അതുപോലെ തന്നെ ഒത്തിരി പേര് അങ്ങനെയൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകും. നമ്മളിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ജീവിതയാത്രകളിൽ അവസാനിക്കാത്ത ഈ ഓട്ടത്തിൽ ഒത്തിരി മുഖങ്ങൾ പരിചയപ്പെടാൻ, ഒത്തിരി മുഖങ്ങളിൽ ക്രിസ്തുമുഖം ദർശിക്കാനായിട്ട്
സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു രാത്രി നേരുകയാണ്. കൃപ നിറഞ്ഞ ഒരു യാത്ര നേരുകയാണ്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.